എന്താണ് ഡൈസ്? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള ഒരു ആൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുകയും അതിനോടൊപ്പം തന്നെ ശ്വാസനാളം നിന്നു പോകുന്നൊരവസ്ഥയും ഉണ്ടാകാറുണ്ട്. ശ്വാസനാളം നിന്നു പോകുന്നത് എയർവേ കൊളാപ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഈ എയർവേ കൊളാപ്സ് ഒന്നോ അതിലധികം സൈറ്റിൽ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാനായിട്ടാണ് ഡൈസ് യൂസ് ചെയ്യുന്നത്. ഡൈസ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഒരു അനസ്തെറ്റിക് ഡ്രഗ് കൊടുക്കുകയും പേഷ്യൻ്റ് ഉറങ്ങുകയും കൂർക്കം വലിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പ് മുക്കിൽ കൂടി കടത്തി എക്സാക്ട്ലി എവിടെയാണ് ശ്വാസതടസ്സം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. ആരിലാണ് ഡൈസ് ചെയ്യുന്നത്? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട് എന്ന് സ്ലീപ്പ് സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാവരിലും ചെയ്യാവുന്നതാണ് ഡൈസ്. എന്താണ് ഇതിൻ്റെ പ്രയോജനം? സാധാരണ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളൊരു പേഷ്യൻറ്റിന് ഫസ്റ്റ് ലൈനായി കൊടുക്കുന്ന തെറാപ്പിയാണ് CPAP മെഷീൻ വെച്ച് ഉറങ്ങുക എന്നുള്ളത്. എന്നാൽ ചില രോഗികൾ അത് ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള പേഷ്യൻസിൽ ഡൈസ് ചെയ്ത് ഇനി സർജിക്കൽ ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഡൈസ് ചെയ്യുന്നത് വഴി നമുക്ക് പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇനി സർജിക്കൽ ഓപ്ഷൻസ് അവൈലബിൾ ആണോ, അവൈലബിൾ ആണെങ്കിൽ തന്നെ ഒരു സെറ്റിങ്ങിലാണോ അതോ മൾട്ടിപ്പിൾ സെറ്റിങ്സിൽ സർജറി ചെയ്യേണ്ടി വരുമോ, എത്രമാത്രം വിജയം എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതല്ല. ഡൈസ് വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഡേ കെയർ പ്രൊസീജിയറായിട്ടാണ് നമ്മളിവിടെ റുട്ടീനിൽ അത് ചെയ്യുന്നത്.